Today we will discuss about the Dirac delta function. അപ്പോൾ Dirac delta function ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇമ്പൾസ് എന്താണെന്ന് അറിയണം. അപ്പോൾ മെക്കാനിക്സിലാണ് നമ്മൾ ഇമ്പൾസിനെ പറ്റി നമ്മൾ പറയുന്നത്. In mechanics, the impulse of a force f of t over a time interval, say t naught less than or equal to t less than or equal to t naught plus a, where a greater than 0 and t naught greater than 0, defined to be the integral of f of t from t naught to t naught plus a, t naught to t naught plus a. Now let us consider the case of a very short a. Its limit a tends to 0. അപ്പോൾ നമ്മൾ ഈ എയുടെ ലിമിറ്റ് 0ലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് ആക്ടിങ് ഓൺലി ഫോർ ആൻ ഇൻസ്റ്റന്റ്. ഇമ്പൾസ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റിൽ ഉള്ള ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പൾസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്നത് 10 to 0 ആകുമ്പോൾ ഉള്ള ഇമ്പൾസ് എന്ന് പറയുന്നത് അതായിരിക്കും, ആ ഇൻസ്റ്റന്റിലുള്ള ഇമ്പൾസ് ആയിരിക്കും. അപ്പോൾ ഇമ്പൾസ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫോഴ്സ് ആണെങ്കിൽ, എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണെങ്കിൽ ടി നോട്ട് തൊട്ട് ടി നോട്ട് പ്ലസ് എ എന്ന് പറഞ്ഞ ടൈം ഇന്റർവെല്ലിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇമ്പൾസ് കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എഫ് ഓഫ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ടി നോട്ട് തൊട്ട് ടി നോട്ട് പ്ലസ് എ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഇമ്പൾസ് കിട്ടും. അപ്പം അതിൻ്റെ ഗ്രാഫ് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. The graph of piecewise defined function delta a of t minus t naught equal to 0 if 0 to t naught minus a വരെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിരിക്കും. And 1/2a if t naught minus a less than or equal to t less than t naught plus a. t naught തൊട്ട് t naught minus a തൊട്ട് t naught plus a വരെ ഫംഗ്ഷന്റെ വാല്യൂ 1/2a ആയിരിക്കും. അതുപോലെ ടി നോട്ട് പ്ലസ് എനേക്കാളും വലുതാവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇമ്പൾസിന്റെ ഗ്രാഫ്, ഇമ്പൾസ് ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ഫോഴ്സിന്റെ, അപ്പോൾ ഇതിന്റെ ഇമ്പൾസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, ഇമ്പൾസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇതിന്റെ ഏരിയ, റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്തോരും? ഇറ്റ്സ് ഇമ്പൾസ് ഈസ് 1. കാരണം ഇതിന്റെ ഇന്റഗ്രലിന്റെ ഏരിയ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഐ എ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാം. ഇമ്പൾസ് ആണ് ഐ എന്ന് പറഞ്ഞാൽ is equal to integral 0 to infinity delta a of t minus t naught into dt which is equal to, നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? integral t naught minus a to t naught plus a 1/2a dt. അപ്പോൾ ഇത്ര ഭാഗത്ത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളിടത്തൊക്കെ 0 ആണല്ലോ, അതുകൊണ്ട് നമുക്കത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു t/2a വരും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. വിച്ച് ഇസ് ഈക്വൽ ടു ടി നോട്ട് മൈനസ് എ ടു ടി നോട്ട് പ്ലസ് എ വരും. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടി നോട്ട് പ്ലസ് എ മൈനസ് ടി നോട്ട് മൈനസ് എ എന്ന് വരും. അപ്പോൾ ആൻസർ എന്ത് വരും? ഇവിടെ 2a/2a വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ ഇറ്റ്സ് ഇമ്പൾസ് എന്ന് പറയുന്നത്, ഇമ്പൾസ് ആണ് കണ്ടുപിടിച്ചത്. ഇന്റഗ്രേറ്റ് ചെയ്യുക, ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നല്ല നമ്മൾ പറഞ്ഞത്, ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഇമ്പൾസ് കിട്ടുക. ഈ പീസ് വൈസ് ഡിഫൈൻഡ് ആയിട്ടുള്ള ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഇമ്പൾസ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഈ ഫംഗ്ഷന്റെ ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. കാരണം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഏരിയ നമുക്ക് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഇമ്പൾസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും ഇവിടെ.
ഈ ഫംഗ്ഷന് ഓവർ ഇന്റഗ്രൽ 0 to infinity ഇന്റഗ്രേറ്റ് ചെയ്താൽ 0 to infinity ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1 ആണ്. അപ്പൊ ഹെൻസ് ദ ഫംഗ്ഷൻ ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ടിനെ നമ്മൾ യൂണിറ്റ് ഇമ്പൾസ് എന്ന് പറയും. ഹെൻസ് ദ ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ നോട്ട് ചെയ്തോ, ഇറ്റ്സ് ഇമ്പൾസ് ഈസ് 1. ഈ ഫംഗ്ഷന്റെ ഇമ്പൾസ് എന്ന് പറയുന്നത് 1 ആണ്. സിൻസ് ദ integral evidently gives the area of the rectangle in the figure and IA equal to ഇത് എഴുതുക, ഇവിടെ 1 വരെ എഴുതുക, ഇവിടെ ഈക്വൽ ടു 1 കിട്ടും കേട്ടോ. അതും കൂടെ നോട്ട് ചെയ്തോളൂ. ഇന്റഗ്രലിന്റെ വാല്യൂ 1 ആണ് കിട്ടുക നമുക്ക്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഹെൻസ് ദ ഫംഗ്ഷൻ ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ട് ഈസ് കോൾഡ് എ യൂണിറ്റ് ഇമ്പൾസ് എന്ന് പറയും. യൂണിറ്റ് ഇമ്പൾസ്. ഈ ഫംഗ്ഷനെ നമ്മൾ പറയാം യൂണിറ്റ് ഇമ്പൾസ്. IA അല്ല, ഡെൽറ്റ ഓഫ് എ ടി മൈനസ് ടി നോട്ട്. അതിനാണ് യൂണിറ്റ് ഇമ്പൾസ് എന്ന് പറയാം. ഇനി ഇതുപോലെ ഈ ഡെൽറ്റ ഓഫ് എ ടി മൈനസ് ടി നോട്ടിന്റെ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ പറയാം. പിന്നെ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഫംഗ്ഷന്റെ ലിമിറ്റിനെയാണ് നമ്മൾ പറയുക. യൂണിറ്റ് ഇമ്പൾസിന്റെ ലിമിറ്റിനെയാണ് നമ്മൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. The unit impulse, which is the limit of delta A of t minus t naught as A tends to 0, is denoted by delta of t minus t naught, that is delta of t minus t naught equal to limit A tends to 0 delta of A t minus t naught is called the Dirac delta function. അപ്പോൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനും ഒരു യൂണിറ്റ് ഇമ്പൾസ് ആണ്. അപ്പോൾ യൂണിറ്റ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ആ യൂണിറ്റ് ഇമ്പൾസിന്റെ ലിമിറ്റ് ആസ് എ ടെൻസ് ടു 0 നമ്മൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയാം. പിന്നെ നമുക്ക് ഇനി ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ അതിനെ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ടൈമിലേക്ക് മാറ്റി എഴുതാം. അതിനുശേഷം എന്ത് ചെയ്യാം, അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമും കണ്ടുപിടിക്കാം. അപ്പൊ അത്രയും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചില ഫംഗ്ഷൻസിനെയൊക്കെ നമുക്ക് ഈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ഫോമിലേക്ക് മാറ്റി എഴുതാം. നമ്മൾ ചിലതിനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ടൈമിൽ എഴുതുന്ന പോലെ ഇതിനെ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ഫോമിലേക്ക് മാറ്റി എഴുതാം. നമ്മളപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ആ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനെ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ടൈമിലേക്ക് മാറ്റുന്നത്. അപ്പൊ അതെന്താന്ന് നോക്കാം. നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. In terms of unit step function, we can write delta A of t minus t naught equal to 1 by 2a into u of t minus t naught minus a minus u of t minus t naught plus a. നമ്മൾ ഓൾറെഡി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇങ്ങനെ എഴുതുന്ന കണ്ടിരുന്നു. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് മോഡൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യുക, അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. Hence, its Laplace transform is given by Laplace transform of delta A of t minus t naught equal to 1 by 2a into Laplace transform of u of t minus t naught minus a minus Laplace transform of u of t minus t naught plus a, which is equal to, പിന്നെ നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ബൈ ലീനിയാരിറ്റി പ്രോപ്പർട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു 1 by 2a into u of t minus t naught മൈനസ് എന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ഇ പവർ മൈനസ് എസ്. എക്ക് പകരം ഇവിടെ ഉള്ളത് ടി നോട്ട് മൈനസ് എ ഡിവൈഡ് ബൈ എസ് മൈനസ് ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ പവർ മൈനസ് എസ് ടി നോട്ട് പ്ലസ് എ ഡിവൈഡഡ് ബൈ എസ്. അപ്പൊ എസ് കോമൺ ആണ്. അപ്പോൾ എസ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും?
ഇ പവർ അല്ലെങ്കിൽ ഇ പവർ മൈനസ് എസ് ടി നോട്ട് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെ ഇ പവർ എ എസും ഇ പവർ മൈനസ് എ എസും അവിടെ ഉണ്ടാവുക അല്ലേ. 1/2 എ എസ് ഇൻറ്റു അങ്ങനെ വരും. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ അങ്ങനെ വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങോട്ട് എഴുതാം 1/2 AS. പിന്നെ ഏതാ കോമൺ ആയിട്ടുള്ളത്? ഇ പവർ മൈനസ് എസ് ടി നോട്ട് അല്ലേ, പവർ മൈനസ് എസ് ടി നോട്ട്. ബാക്കിയുള്ളത് ഇ പവർ എ എസ് മൈനസ് ഇ പവർ മൈനസ് എ എസ്. ഇ പവർ എ എസ് മൈനസ് ഇ പവർ മൈനസ് എ എസ്, അതാണ് നമുക്കിവിടെ വരുന്നത്. ഇപ്പൊ ടോട്ടല് ഫംഗ്ഷൻ ഇതായിട്ടാണ് നമുക്ക് വന്നത്. ഇ പവർ എ എസ് മൈനസ് ഇ പവർ മൈനസ് എ എസ് ബൈ 2as ഇൻറ്റു ഇ പവർ മൈനസ് എസ് ടി നോട്ട്. നിങ്ങൾ നോട്ട് ചെയ്തു കേട്ടോ. ഇ പവർ മൈനസ് എ എസ് ആണ് ഇവിടെ. ഇപ്പൊ കിട്ടിയ ആൻസർ ഒന്നും കൂടെ വേണമെങ്കിൽ ഞാൻ എഴുതാം. ഇ പവർ മൈനസ് എസ് ടി നോട്ട് ഇൻറ്റു ഇ പവർ എ എസ് മൈനസ് ഇ പവർ മൈനസ് എ എസ് ഡിവൈഡഡ് ബൈ 2as ആണ്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി നോട്ടിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി നോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ലിമിറ്റ് എ ടെൻസ് ടു 0 ഡെൽറ്റ ഓഫ് എ ടി മൈനസ് ടി നോട്ട് ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പൊ ലിമിറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എ ടെൻസ് ടു 0 ലിമിറ്റ് എ ടെൻസ് ടു 0 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ എ ടി മൈനസ് ടി നോട്ട് which is equal to limit a tends to 0. നമുക്ക് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഡെറിവേറ്റീവിന്റെയും ഇന്റഗ്രേഷന്റെ ഒക്കെ കേസിലെ ലിമിറ്റും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ കേസിൽ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ ഈ ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ചു. ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു ഇ പവർ എ എസ് മൈനസ് ഇ പവർ മൈനസ് എ എസ് ബൈ 2as ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. നമ്മൾ ഇത് LH റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുക. ഇത് 0/0 ഫോം കിട്ടും. ഇത് 0/0 ഫോം കിട്ടും. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, LH റൂൾ അപ്ലൈ ചെയ്യാം. ഇ പവർ മൈനസ് എസ് ടി നോട്ട് ഉണ്ട് ഇവിടെ. ഇത് കോൺസ്റ്റന്റ് ആയത് നമുക്ക് പുറത്തെടുക്കാം. ഇതിന് മാത്രം ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ LH റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. 0/0 ഫോം ആണ്. അപ്ലൈ LH റൂൾ, ദെൻ വി ഗെറ്റ് ഇ പവർ മൈനസ് എസ് ടി നോട്ട്. LH റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് ഡെറിവേറ്റീവ് എടുക്കുക അല്ലെ. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എസ് ഇൻറ്റു ഇ പവർ എ എസ് മൈനസ് എസ് വരും. അപ്പൊ പ്ലസ് എസ് ആയി ഇ പവർ മൈനസ് എ എസ് ബൈ 2a വരും. ഇതിന്റെ ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് എ ടെൻസ് ടു 0 ഇത് ഇവാലുവേറ്റ് ചെയ്യാം. എ 0 ആയി കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എ ആണ് നമ്മൾ. അപ്പൊ ഇവിടെ 2s വരും. അപ്പൊ ഇനി എക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇ പവർ 0, ഇവിടെ ഇ പവർ 0 എന്ന് എസ് പ്ലസ് എസ് എന്ന് പറയുമ്പോൾ 2s വരും അല്ലെ. വിച്ച് ഈസ് ഈക്വൽ ടു ഇ പവർ മൈനസ് എസ് ടി നോട്ട് 2s ബൈ 2s. അതെന്താണ് ആൻസർ? 1 വരും. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു ഇ പവർ മൈനസ് എസ് ടി നോട്ട് വരും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? Therefore the Laplace transform of delta of t minus t naught equal to e power s t naught. ഇത്രയേ ഉള്ളൂ. നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നതാണ് ഇ പവർ മൈനസ് എസ് ടി നോട്ട് ആണ്.
അപ്പൊ ഇത് നമുക്ക് പല സ്ഥലത്ത് ഇനി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനുള്ള പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും.